പൊറ്റശ്ശേരി രണ്ടാം വാർഡിൽ ദീപാവലിയോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാട്ടുപാടി പൂ പറിച്ചത്. ഒരു ഹൃദയം നിന്നെയുമോർത്ത് രാപ്പകലില്ലാതലിഞ്ഞിടുന്നു. എന്ന് വരും നിനക്കൊരു മാരൻ എന്നു വിചാരത്തായി പലവരും വീട്ടിൽ വരുന്നു. പണവും പണ്ടവും ചോദിക്കുന്നു. അത് നൽകാൻ വഴിയില്ലാതെ വന്നവരകലുന്നു. വന്നവരകലുന്നേ. വ്യത്യസ്തങ്ങളായ കൃഷികളിലൂടെ രണ്ടാം വാർഡിൽ കാർഷിക വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ അസൂയമൂത്താണ് വാർഡ് മെമ്പറെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് എന്നും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നത് കള്ളക്കഥയാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രതീഷ് മെമ്പറായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും അമ്മമാർ പറഞ്ഞു. ഞങ്ങളുടെ മെമ്പർ കയറിയ കാരണം ഞങ്ങൾക്ക് 100 പണി എല്ലാവർക്കും കിട്ടി. അവന് സന്തോഷമായിട്ട് ഇന്ന് വരെ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ഓണപ്പട തന്നു. 2-3 കൊല്ലം ഞങ്ങൾക്ക് ഓണപ്പട തന്നു, വെള്ളപ്പാട് തന്നു, എല്ലാ സൗകര്യങ്ങളും, വെള്ള ടാങ്കുകള്. ഇനി അവൻ ചെയ്യാത്ത ഒരു ഇതുമില്ല. പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓടിപ്പാഞ്ഞ് അവൻ കഷ്ടപ്പെട്ടു. പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഒരു പണിയില്ലാതെ ഞങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടില്ല. ഒരു വാർഡിൽ ഇത്ര പണി കൊടുത്തിട്ടില്ല ആരും. ഇങ്ങനത്തെ ഒരു നേട്ടങ്ങൾ ഒരു വാർഡിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ ഇവിടെ ഞാൻ കാണപ്പെട്ട ലോകത്തൊന്നുമില്ല. അപ്പൊ അത്രയും സ്നേഹവും വാത്സല്യവും തൊഴിലും തരിക കാരണം നമുക്ക് നമ്മുടെ വാർഡ് നേടിയെടുത്തതിനും നമ്മൾ അവാർഡ് കിട്ടിയതിനും അഭിനയിച്ചതിനും വേണ്ടിയിട്ട് അസൂയപ്പെട്ട പലരും ഉണ്ട്. പലർക്കും അസൂയ ഉണ്ടായിരുന്നു. അത് എന്റെ ചെവിയിൽ ഞാൻ കുറേശ്ശെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിളറാൻ കാരണം. ആ അസൂയ കാരണം ഞാൻ അവരോട് തർക്കിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്ത് കാട്ടിയാലും പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഒരുമ വേണം. ആ ഒരുമിച്ചിട്ട് ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. ഞങ്ങളുടെ മെമ്പറിന്റെ കൂടെ നിൽക്കും. എനിക്ക് പറയാനുള്ള അതുള്ളൂ. നമുക്ക് എല്ലാവർക്കും തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ് ഞങ്ങളുടെ രണ്ടാം വാർഡ് മെമ്പർ. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് അനുഭവിക്കാത്ത തൊഴിൽ ദിനങ്ങളും എല്ലാതും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊപ്പം നിന്ന് സഹകരിച്ചിട്ട് അതിൽ പങ്കെടുക്കുന്ന ആളാണ് ഞങ്ങളുടെ മെമ്പർ എന്നാണ് ഞങ്ങളുടെ ഉറപ്പ്, വിശ്വാസം. അതാണ് ഞങ്ങൾ ആ വിശ്വാസത്തിൽ എന്നും പോകും. ഈ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ് പ്രതീഷ്. അപ്പൊ അതുകൊണ്ട് അവന് നേരെ ഇനിയിപ്പോ എന്തായാലും വേണ്ടില്ല ഏത് അതൊന്നും ഞങ്ങൾക്ക് ഇതില്ല, പ്രശ്നമില്ല. ഞങ്ങൾ അതൊന്നും വയ്ക്കാതെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും തൊഴിലും കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ഞങ്ങൾ ചെവി കൊടുക്കാതെയാണ് ഇപ്പൊ തൊഴിലാളികൾ ഞങ്ങളുടെ തൊഴിൽ പ്രവൃത്തികളും അല്ലാതെ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്. ഞങ്ങൾ ഇതൊക്കെ ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു 5 വർഷം ഭരണത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ മെമ്പർ തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് എന്നും ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, തൊഴിലില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും അടുത്ത 5 വർഷം കൂടി ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എല്ലാവർക്കും സംതൃപ്തിയാണ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്നാലും ഇത് നമ്മള് ഒരാളുടെ ഇത് കേട്ടിട്ടൊന്നും അല്ല പറയണത്. ഞങ്ങൾക്ക് അനുഭവം കൊണ്ടാണ്. ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് അപമാനിയായിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു വാക്കുകൊണ്ട് ഇല്ല. ജാതിയായിട്ട് പോട്ടെ, ജാതി വേറെ. പക്ഷെ ഒരു കാര്യങ്ങളും ഒരു അപമാനിയായ സ്ത്രീകളോടോ ഇവിടെ ഞങ്ങൾ പറയാൻ ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും വിശ്വാസമാണ്. 100% എങ്ങനെ എവിടെ ആയാലും അവനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങളോട് ഇന്ന് വരെ അങ്ങനെ ഒരാളോടും ഒരു പറ്റാത്ത അവർക്ക് വിഷമ തോന്നുന്ന വർത്താനം അവർ ഇതുവരെ ഞങ്ങളുടെ മെമ്പർ പറഞ്ഞിട്ടില്ല. എല്ലാ സഹായവും ഉണ്ട്. എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കും. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ഈ 5 വർഷം അവൻ പ്രവർത്തിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെട്ടത് രണ്ടാം വാർഡിൽ നടപ്പിലാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെയാണ്. വാർഡിലെ ജനങ്ങൾ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് പ്രതീഷ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ പുരസ്കാരങ്ങളുടെ നിറയിലെത്തിച്ച മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയ വാർഡാണ് രണ്ടാം വാർഡ്. ഈ രണ്ടാം വാർഡില് തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് നടപ്പിലാക്കിയ വിവിധതര പദ്ധതികൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചു. മാതൃകാ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മറ്റു മേഖലകളെ കൂടി സ്വാധീനിക്കുകയുണ്ടായി. അപ്പൊ അതെല്ലാം നടത്തിയത് രണ്ടാം വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് 2 അവാർഡുകളാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന് ഈ രണ്ടാം വാർഡിലെ പ്രതിനിധീകരിച്ചുകൊണ്ട്
നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേടിക്കൊടുത്തത്. ആ അവാർഡിന്റെ മുന്നിലാണ് ഇന്നും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ശിരസുയർത്തി നിൽക്കുന്നത്. അപ്പൊ അതിലെ ഈ രണ്ടാം വാർഡിന്റെ വികസന നേട്ടങ്ങൾ അത് അപകീർത്തിപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ നാട്ടിലെ ജനങ്ങളോ തൊഴിലുറപ്പ് തൊഴിലാളികളോ യാതൊരു വിധ വകയും വെക്കാതെ ഈ നാട്ടിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ വഴി ഈ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ദീപാവലിയുടെ മുന്നോടിയായി ഇവർ കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്ത ഈ ചെണ്ടുമല്ലി കൃഷിയിൽ വിളവെടുപ്പ് നടത്തുന്നത്. അത് വളരെ എല്ലാവരും ചേർന്ന് വളരെ ആഘോഷപൂർവ്വം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പാട്ടുപാടിയിട്ടൊക്കെയാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതിന് എല്ലാ പിന്തുണയും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ഈ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടപ്പിലാക്കുന്ന ഈ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ്. ഒരു വേർതിരിവും ഇല്ലാതെ എനിക്ക് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ സ്നേഹവും ഈ കരുതലും നമ്മൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയും ഈ വാർഡില് വികസന പ്രവർത്തനങ്ങൾ നടക്കും. ഇതിന്റെ പിന്തുടർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ എല്ലാ കാലങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ വികസന പ്രവർത്തനം മുന്നേറും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും എന്നെ പിന്തുണയ്ക്കുന്ന ഈ സ്നേഹ നിധികൾക്ക് ഞാൻ ഒരുപാട് കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ വാർഡിൽ കള്ളക്കഥകൾ ഉണ്ടാക്കി തന്റെ ഇമേജ് തകർക്കാൻ ചിലർ കരുതിക്കൂട്ടി ശ്രമിക്കുകയാണെന്നും പ്രതീഷ്. വിവിധ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് വിളവെടുത്തത്. എല്ലാ വർഷവും പച്ചക്കറി കൃഷിയും മറ്റനുബന്ധ കൃഷിയും നടത്തിവരാറുണ്ട്. തരിശുഭൂമി ഇളക്കിമറിച്ചാണ് വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാൻ വിവിധ കൃഷികൾ പരീക്ഷിക്കുന്നത്.